രണ്ടാമത്തതാണ് ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് ഏതെന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് ഓൾട്ടിറ്റ്യൂഡ്. നോക്കാം. ഓൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഉയരമാണ്. ഉയരം. ഓക്കെ, ഉയരം. അപ്പോൾ നമുക്ക് നോക്കാം. ഓൾട്ടിറ്റ്യൂഡ്, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഗ്രാജുവലി ഡിക്രീസസ് വിത്ത് ദ ഓൾട്ടിറ്റ്യൂഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ടോപ്പിക്കുകളിലേക്ക് പോകുന്നത്. ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഗ്രാജുവലി ഡിക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ഓൾട്ടിറ്റ്യൂഡ്. അതായത് ഹൈറ്റ് കൂടും തോറും അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ത് ചെയ്ത് വരും? കുറഞ്ഞു വരും. ഉയരം കൂടും തോറും ടെമ്പറേച്ചർ എന്ത് ചെയ്ത് വരും? കുറഞ്ഞു വരും. ഉയരത്തിലേക്ക് പോകും തോറും ടെമ്പറേച്ചർ എന്ത് ചെയ്ത് വരികയാണ്? കുറഞ്ഞു വരികയാണ്. ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഒരു ഷോർട്ട് കട്ടായിട്ട് നമ്മൾ ഹിൽ സ്റ്റേഷൻസിലേക്ക് പോകാറില്ലേ? പല ഹിൽ സ്റ്റേഷനുകളും ഇല്ലേ? അപ്പോൾ മൂന്നാറിലൊക്കെ പോകാറില്ലേ? അപ്പോൾ ഈ മൂന്നാറിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഉയരത്തിലേക്ക് കയറും തോറും അവിടെ താപനില കുറഞ്ഞല്ലേ വരുന്നത്? അവിടെ തണുപ്പല്ലേ നമുക്ക് അനുഭവപ്പെടുന്നത്? ആ ഒരു ഷോർട്ട് കട്ട് വെച്ച് നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. ഓൾട്ടിറ്റ്യൂഡ് കൂടും തോറും, ഉയരം കൂടും തോറും അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്ത് വരും? താഴേക്ക് വരും, കുറഞ്ഞു വരും. ഉയരം കൂടുന്തോറും അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ഓക്കെ ആണേ? ഉയരം കൂടുന്തോറും അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ നോക്കാം. The phenomenon of gradual decrease in temperature at the rate of 6.4 degrees Celsius per kilometer of an altitude is termed as normal lapse rate. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോർമൽ ലാപ്സ് റേറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോർമൽ ലാപ്സ് റേറ്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 കിലോമീറ്റർ മുകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ, 1 കിലോമീറ്റർ മുകളിലേക്ക് ഉയരത്തിലേക്ക്, 1 കിലോമീറ്റർ, ഞാനിപ്പം 1 കിലോമീറ്റർ ഉയരം മുകളിലേക്ക് സഞ്ചരിച്ചു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ടെമ്പറേച്ചർ, ഇവിടുത്തെ ടെമ്പറേച്ചർ എത്ര കുറയും? അപ്പോൾ അവിടുത്തെ 6.4 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറയും. ഈ ഒരു പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? നോർമൽ ലാപ്സ് റേറ്റ്. അപ്പൊ എന്താണ് നോർമൽ ലാപ്സ് റേറ്റ്? നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയരത്തിലേക്ക് പോകും തോറും, നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, ഉയരം കൂടുന്തോറും, ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യും തോറും ടെമ്പറേച്ചർ എന്ത് ചെയ്ത് വരുമെന്ന് പഠിച്ചായിരുന്നു? ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമെന്ന് പഠിച്ചായിരുന്നു. അങ്ങനെയാണെങ്കിൽ 1 കിലോമീറ്റർ ഉയരത്തിലേക്ക് പോകുന്തോറും, 1 കിലോമീറ്റർ ഉയരത്തിലേക്ക് പോകുമ്പോൾ എത്ര വെച്ച് കുറയും? 6.4 ഡിഗ്രി സെൽഷ്യസ് വെച്ച് നമ്മുടെ താപനില എന്ത് ചെയ്തു വരും? കുറഞ്ഞു വരും. ഇങ്ങനെ 6.4 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നതിനെ, 1 കിലോമീറ്റർ ഉയരത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ 6.4 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു വരുന്നതിനെ വിളിക്കുന്ന, പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണെന്ത്? നോർമൽ ലാപ്സ് റേറ്റ്. എന്താണ് വിളിക്കുന്നത്? നോർമൽ ലാപ്സ് റേറ്റ്. കൃത്യമായി പഠിക്കണം, ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് നോർമൽ ലാപ്സ് റേറ്റ് എന്നുള്ളത്? നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? 1 കിലോമീറ്റർ ഉയരത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ 6.4 ഡിഗ്രി സെൽഷ്യസ് താപനില എന്ത് ചെയ്തു വരുന്നു? കുറഞ്ഞു വരുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ഘടകം നോക്കാം. മൂന്നാമത്തെ ഘടകം ഏതാണെന്ന് നോക്കാം. മൂന്നാമത്തെ ഘടകമാണ് ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ. ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ എന്താണെന്ന് നോക്കാം. താപത്തിന്റെ ഡിസ്ട്രിബ്യൂഷനെ, ടെമ്പറേച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷനെ സ്വാധീനിക്കുന്ന മൂന്നാമത്തെ ഘടകത്തിലേക്ക് നമ്മൾ എത്തി. ഡിഫറൻഷ്യൽ ഇൻ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ എന്നുള്ളതാണ്. അതായത് സീ ചൂടാകുന്നതും ലാൻഡ് ചൂടാകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിന്റെ ക്യാരക്ടേഴ്സ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ലാൻഡിന്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാൻഡ് ഏരിയ, ഞാൻ ഇവിടെ ഈ വരച്ചിട്ടേക്കുന്നതാണ് എന്തെന്ന് വിചാരിക്കുക, ലാൻഡ് ഏരിയ. അതിന്റെ ഇപ്പുറത്ത് വരച്ചിട്ടേക്കുന്നതാണെന്ന് വിചാരിക്കുക, സി ഏരിയ. ഈ വരച്ചിട്ടേക്കുന്നതാണ് എന്ത്? സി ആണെന്ന് വിചാരിക്കുക. അപ്പൊ ലാൻഡിന്റെ സ്വഭാവം നമുക്ക് നോക്കാം. ലാൻഡ് ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്? ലാൻഡ് ഏരിയ വളരെ പെട്ടെന്ന് ചൂടാവുകയും വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുകയും ചെയ്യും? തണുക്കുകയും ചെയ്യും. അപ്പൊ ലാൻഡ് ഏരിയയുടെ പ്രത്യേകത എന്താണ്? ലാൻഡ് ഏരിയ വളരെ പെട്ടെന്ന് ചൂടാവും, വളരെ പെട്ടെന്ന് തന്നെ എന്തും ചെയ്യും? തണുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ലാൻഡ് ഏരിയ വളരെ പെട്ടെന്ന് ചൂടാവുന്നു. ഹീറ്റഡ് ആൻഡ് കൂൾഡ് അറ്റ് ഫാസ്റ്റർ റേറ്റ്. വളരെ പെട്ടെന്ന് എന്താവുന്നുണ്ട്? വളരെ പെട്ടെന്ന് ചൂടാവുന്നുണ്ട്, വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? തണുക്കുന്നുണ്ട്. അപ്പം വളരെ പെട്ടെന്ന് ഫാസ്റ്റർ റേറ്റിൽ ചൂടാവുന്നു, ഫാസ്റ്റർ റേറ്റിൽ തണുക്കുകയും ചെയ്യുന്നു. രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? സി ഏരിയ ആണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന സി ഏരിയയുടെ പ്രത്യേകതയാണ്. സി ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പതുക്കെയാണ് ചൂടാവുന്നത്. സി ഏരിയ എങ്ങനെയാണ്? വളരെ പതുക്കെയാണ് ചൂടാവുന്നത്, അതുപോലെ തന്നെ വളരെ പതുക്കെയാണ് തണുക്കുന്നത്. ഓക്കെ, ലാൻഡ് ഏരിയ എന്ത് ചെയ്യുന്നു? ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ചൂടാവുന്നു, ഫാസ്റ്റ് ആയിട്ട് തണുക്കുന്നു. സി ഏരിയ ആണെങ്കിലോ സ്ലോ ആയിട്ട്, വളരെ സ്ലോ ആയിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ? ചൂടാവുന്നുള്ളൂ, സ്ലോ ആയിട്ട് തണുക്കുന്നുള്ളൂ. സ്ലോ, എസ് സി ഓർത്തിരിക്കുക. സി എങ്ങനെയാവുന്നുള്ളൂ? സ്ലോ ആയിട്ട് ചൂടാവും, സ്ലോ ആയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? തണുക്കത്തുള്ളൂ. ഓക്കെ,
ഇനി കേട്ടോളുക, ഇതുകൊണ്ട് thus the land areas experiences higher summer temperature and the lower winter temperature when compared to sea. ഇങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് സമ്മർ ടെമ്പറേച്ചർ കൂടുതൽ എവിടെ അനുഭവപ്പെടുന്നത്, ലാൻഡിൽ അനുഭവപ്പെടുന്നത്. കാരണം ചൂട് വരുമ്പോഴേ ആര് ചൂടായി, ലാൻഡ് ചൂടായി. അപ്പൊ കൂടുതൽ സമ്മർ ടെമ്പറേച്ചർ, കൂടുതൽ ടെമ്പറേച്ചർ അവിടെ എന്ത് ചെയ്യും, അനുഭവപ്പെടും. ഇനി തണുപ്പ് കാലം ആകുമ്പോഴത്തേക്കും, വിന്റർ കാലഘട്ടം ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ലാൻഡ് ഏരിയ എന്ത് ചെയ്യും, തണുക്കുകയും ചെയ്യും. സിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ സമ്മർ ടെമ്പറേച്ചർ കിട്ടുന്നത് ലാൻഡിലാണ്, ലോവർ വിന്റർ ടെമ്പറേച്ചർ കിട്ടുന്നത് എവിടെയാണ്, ലാൻഡിലാണ്. അപ്പൊ നമ്മൾ 3 പഠിച്ചു. ഒന്നാമത്തത് ലാറ്റിറ്റ്യൂഡ് ആയിരുന്നു. ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ 3 പഠിച്ചു. നമ്മൾ ഒന്നാമത്തത് ലാറ്റിറ്റ്യൂഡ് ആയിരുന്നു. ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇക്വേറ്ററിൽ ഡയറക്റ്റ് ആയി സൺറൈസ് പതിക്കും, ബാക്കിയുള്ളിടത്തെല്ലാം ഇൻക്ലൈൻഡ് ആയിട്ടാണ് പതിക്കുന്നത്. അതനുസരിച്ച് നമ്മൾ ടെമ്പറേച്ചർ സോണുകളാക്കി തിരിച്ചിരുന്നു. രണ്ടാമത് നമ്മൾ നോക്കിയത് ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കുറയുമെന്ന് പഠിച്ചു. 1 കിലോമീറ്റർ മുകളിലേക്ക് പോകുമ്പം 6.4 ഡിഗ്രി സെൽഷ്യസ് കുറയും. ഇതിനെ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് നമ്മൾ വിളിച്ചു. മൂന്നാമത് സീയും ലാൻഡും തമ്മിലുള്ള വ്യത്യാസമാണ് ഹീറ്റ് ആവുന്നതിൽ. ലാൻഡ് പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും. സീ വളരെ പതുക്കെ ചൂടാവത്തുള്ളൂ, വളരെ പതുക്കെ എന്ത് ചെയ്യത്തുള്ളൂ, തണുക്കത്തുള്ളൂ. നാലാമത്തെയാണ് ഡിസ്റ്റൻസ് ഫ്രം ദി സീ. സിയിൽ നിന്ന് ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ കോസ്റ്റൽ ഏരിയാസിൽ എപ്പോഴും ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും അനുഭവപ്പെടുന്നത്. നമ്മൾ ബീച്ചിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം ചൂടോ അധികം തണുപ്പോ നമുക്ക് എന്ത് ചെയ്യത്തില്ല, അനുഭവപ്പെടത്തില്ല. കാരണം അവിടെ എപ്പോഴും എന്തുണ്ട്, വിൻഡ് ഉണ്ട്. ഓക്കെ, അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കോസ്റ്റൽ ഏരിയാസിൽ പോവുകയാണെങ്കിൽ അവിടെ ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. മോഡറേറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ കൂടുതൽ ടെമ്പറേച്ചറും അല്ല, കുറഞ്ഞ ടെമ്പറേച്ചറും അല്ല, ഒത്തിരി ചൂടും ഒത്തിരി തണുപ്പും അല്ലാത്ത ഒരു ടെമ്പറേച്ചർ ആണെന്ന് പറയുന്നത്. മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആണ് ഉള്ളത്. ഇതിന്റെ കാരണം ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ സീ ബ്രീസും ലാൻഡ് ബ്രീസും ആണ് ഇതിന് കാരണം. സീ ബ്രീസും ലാൻഡ് ബ്രീസും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പം കോസ്റ്റൽ ഏരിയാസ് ആണെങ്കിൽ, സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണെങ്കിൽ അവിടെ മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും, സമുദ്രം ഉണ്ടായതുകൊണ്ട്. ഓക്കെ, ഇനി ദൂരേക്ക് പോകുന്തോറും എവേ ഫ്രം ദി സീ ആണെങ്കിൽ ഡേ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. ഡേ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നൈറ്റ് ആകുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ വളരെയധികം എന്ത് ചെയ്യും, കുറയും. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ സമുദ്രത്തിൽ നിന്നും ദൂരെയുള്ള പ്രദേശങ്ങളെ എടുക്കുമ്പോൾ, സമുദ്രത്തിൽ നിന്നും ദൂരെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളെ എടുക്കുമ്പോൾ അവിടെ ചൂടുകാലത്ത് ഭയങ്കരമായിട്ടുള്ള ഡേ ടെമ്പറേച്ചർ ആയിരിക്കും കിട്ടുന്നത്. ഡേ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും, പുറത്തിറങ്ങിയാൽ ഭയങ്കരമായിട്ടുള്ള ചൂടായിരിക്കും. പക്ഷെ രാത്രിയാകുമ്പോൾ സ്ഥിതി നേരെ വ്യത്യസ്തമാവും. അതായത് ഭയങ്കരമായിട്ടുള്ള തണുപ്പാവും. രാത്രിയിൽ ഭയങ്കരമായ തണുപ്പാവും. അപ്പോൾ കോസ്റ്റൽ ഏരിയാസിൽ മോഡറേറ്റ് ടെമ്പറേച്ചർ, സീയിൽ നിന്ന് ദൂരേക്ക് മാറുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ ഡേ ടൈമിൽ ഹൈ ടെമ്പറേച്ചറും നൈറ്റ് ടൈമിൽ ലോ ടെമ്പറേച്ചറുമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ലഭിക്കുന്നത്. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ലോ മാരിടൈം ഇൻഫ്ലുവൻസ് ആണ്. കടലിന്റെ സ്വാധീനം വളരെ കുറവായതുകൊണ്ടാണ് അങ്ങനെ. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നോക്കാം. അഞ്ചാമത്തെയാണ് ഓഷൻ കറൻസ്. ഓക്കെ, സമുദ്ര ജല പ്രവാഹങ്ങൾ, ഓഷൻ കറൻസ്. ഓഷൻ കറൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ ഓഷനിലുള്ള ഒരു സ്ഥലത്തുള്ള, ഇപ്പൊ എ എന്ന് പറയുന്ന, ഇതെല്ലാം ഓഷൻ ആണെങ്കിൽ ഈ എ എന്ന് പറയുന്ന പ്രദേശത്തുള്ള എന്താണ്, ഓഷൻ വാട്ടർ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ബി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് സഞ്ചരിക്കുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഓഷൻ കറൻസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം ടെമ്പറേച്ചർ അലോങ് ദ കോസ്റ്റൽ റീജിയൻ ഈസ് റൈസ്ഡ് ഓർ ലോവേർഡ് ബൈ ദി വാം കറൻസ്, അതായത് അല്ലെങ്കിൽ ആൻഡ് ദ കോൾഡ് കറൻസ്. അതായത് ഒരു നമ്മൾ ഈ ഓഷൻ കറൻസിനെ നമുക്ക് രണ്ടായി തിരിക്കാം കേട്ടോ. ഓഷൻ കറൻസിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്നാമത്തെയാണ് എന്തെന്ന്, വാം കറണ്ട് എന്ന് പറയുന്നത്. ഒന്നാമത്തെയാണ് ഇത് വാം കറണ്ട് എന്ന് പറയുന്നത്. ഓഷൻ കറൻസ് നമുക്ക് 2 തരത്തിലുണ്ട്. ഒന്നാമത്തെയാണെന്ന് പറയുന്നത് വാം കറണ്ട്, രണ്ടാമത്തെയാണ് കോൾഡ് കറണ്ട്. ഇതിന്റെ പേരിൽ തന്നെ ഉണ്ട്. വാം കറണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ചൂടായിരിക്കും, ചൂടുള്ള ജലപ്രവാഹമായിരിക്കും. ഓക്കെ, ഉഷ്ണ ജലപ്രവാഹം എന്നാണ് മലയാളത്തിൽ പറയുക. ഓക്കെ, കോൾഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ശീത ജലപ്രവാഹം, അതായത് തണുത്ത എന്താണ് വാട്ടറിന്റെ മൂവ്മെന്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, കോൾഡ് കറണ്ട് ആയിരിക്കും. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. കാരണം ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഒരു പ്രദേശത്ത്, ഈ കാണുന്ന ഒരു പ്രദേശം, ഈ കാണുന്നത് ഒരു ഐലൻഡ് ആണെന്നിരിക്കട്ടെ. ഈ ഒരു ഐലൻഡിൽ ചൂട് അനുഭവപ്പെടുകയാണ്. അപ്പോൾ ചൂട് അനുഭവപ്പെട്ടിരിക്കുന്ന ഐലൻഡ് ആണ്. അപ്പോൾ ഇതിന്റെ അടുത്തൂടെ എന്തൊഴുകുകയാണ്, ഒരു കോൾഡ് കറണ്ട് ഒഴുകുകയാണ്. സ്വാഭാവികമായിട്ട് ഈ ഐലൻഡിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കുറയുമല്ലോ. ഇതിന്റെ അടുത്തൂടെ കോൾഡ് കറണ്ട് ഒഴുകി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറയും. ഇനി ഈ ഐലൻഡിൽ അനുഭവപ്പെടുന്നത് എന്താണ്, ഒരു തണുത്ത കാലാവസ്ഥയാണെന്നിരിക്കും. ഐലൻഡിൽ അനുഭവപ്പെടുന്നത് തണുത്ത കാലാവസ്ഥയാണ്. തണുത്ത കാലാവസ്ഥയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഐലൻഡിൽ അനുഭവപ്പെടുന്നത് തണുത്ത കാലാവസ്ഥയാണെങ്കിൽ ഇതിന്റെ അടുത്തൂടെ കോൾഡ് കറണ്ട് ഒഴുകി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, തണുപ്പ് കൂടും. അപ്പൊ ഇതിന്റെ അടുത്തൂടെ ഒരു വാം കറണ്ട് ആണ് ഒഴുകുന്നതെങ്കിലോ, ഇതിന്റെ അടുത്തൂടെ ഒരു വാം കറണ്ട് ഒഴുകുന്നതെങ്കിൽ ഇവിടുത്തെ തണുപ്പിന് എന്ത് കിട്ടും, ഒരു ശമനം കിട്ടും. തണുപ്പ് കുറഞ്ഞ് എന്താവും, ചൂടാവും. ഓക്കെ, അപ്പൊ ഈ വാം കറണ്ടും കോൾഡ് കറണ്ടും, അതായത് ഈ ഓഷൻ കറണ്ടുകൾ എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ ടെമ്പറേച്ചറിനെ, ഒരു സ്ഥലത്തെ ടെമ്പറേച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ വാം കറണ്ടോ കോൾഡ് കറണ്ടോ അത് കടന്നു പോകുന്ന പ്രദേശത്തിലെ ടെമ്പറേച്ചർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. ഒരു തണുത്ത പ്രദേശത്തിലൂടെ ഒരു വാം കറണ്ട് കടന്നു പോയാൽ അവിടുത്തെ ടെമ്പറേച്ചർ കൂട്ടും. ഒരു ചൂടുള്ള സ്ഥലത്തൂടെ ഒരു കോൾഡ് കറണ്ട് കടന്നു പോയാൽ അവിടുത്തെ ടെമ്പറേച്ചറിനെ കുറയ്ക്കും. ഓക്കെ, അപ്പൊ ഇത് ഈ കോൾഡ് കറണ്ടും വാം കറണ്ടും എന്ത് ചെയ്യുന്നുണ്ട്,
ടെമ്പറേച്ചറിനെ, ഒരു സ്ഥലത്തിന്റെ ടെമ്പറേച്ചറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഉദാഹരണം പറയുന്നുണ്ട്. നോർത്ത് അറ്റ്ലാന്റിക് കറണ്ട് എന്ന് പറയുന്ന കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളെ ഭയങ്കരമായ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളെ ഓൾറെഡി തണുപ്പിലാണ് ഉള്ളത്. ഓക്കെ, എക്സ്ട്രീം കോൾഡിലാണ് ഈ വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ ഉള്ളത്. അപ്പൊ ഇതിന്റെ അടുത്തൂടെ എന്ത് കടന്നു പോകും, നോർത്ത് അറ്റ്ലാന്റിക് കറണ്ട് കടന്നു പോകും. ഈ നോർത്ത് അറ്റ്ലാന്റിക് കറണ്ട് എന്ന് പറയുന്നത് എന്തൊരു കറണ്ടാ, വാം കറണ്ടാ. നോർത്ത് അറ്റ്ലാന്റിക് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, വാം കറണ്ടാ. ഈ വാം കറണ്ടിന്റെ അടുത്തൂടെ കടന്നു പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇത് ഈ വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എന്താണ്, അവരുടെ അതിശക്തമായ തണുപ്പിൽ നിന്നുള്ള ഒരു ആശ്വാസമാണ്. ഓക്കെ, ആറാമത്തെ ഫാക്ടർ, അതായത് ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആറാമത്തെ ഫാക്ടറാണ് ഏതെന്ന് പറയുന്നത് റിലീഫ് എന്ന് പറയുന്നത്. റിലീഫ് ഇതിൻ്റെ അതാണ് ചിത്രത്തിൽ തന്നെ കാണാൻ പറ്റും. റിലീഫ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് ചിത്രത്തിൽ തന്നെ കാണാൻ പറ്റും. ദ മൗണ്ടെയിൻ സ്ലോപ്സ് ഫേസിംഗ് ദ സൺ എക്സ്പീരിയൻസ് ഹയർ ടെമ്പറേച്ചർ ആൻഡ് ഓപ്പോസിറ്റ് സ്ലോപ്സ് എക്സ്പീരിയൻസസ് ലോവർ ടെമ്പറേച്ചർ. എന്ന് വെച്ചാലേ ദാ ഇവിടുന്ന് ഈ വരുന്ന സൂര്യന്റെ രശ്മി, ഞാൻ റെഡ് കളർ ഇട്ട് വരയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ, ദാണ്ട് ഈ ഇവിടുന്ന് കടന്നു വരുന്ന ഈ സണ്ണിന്റെ രശ്മി ദാണ്ട് ഈ ഒരു മൗണ്ടെയിന്റെ ഈ സൈഡിലല്ലേ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്, ദാണ്ട് ഈ ബി എന്ന് പറയുന്ന സൈഡിലല്ലേ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്, അവിടെയല്ലേ ഇത് ഡയറക്റ്റ് ആയിട്ട് വന്ന് പതിക്കുന്നത്. അപ്പൊ ബിയിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കൂടും. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ എന്തില്ല, അതിന്റെ ഒരു നിഴൽ പ്രദേശത്താണ് അത് നിൽക്കുന്നത്. അതായത് ഇപ്പുറത്തെ സൈഡിലോട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പുറത്തെ സൈഡിലോട്ട് പ്രദേശത്തോട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, സൺറൈസ് വരുന്നില്ല. ഇപ്പുറത്തെ സൈഡിലോട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് വരുന്നില്ല, സൺറൈസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എയിലെ ടെമ്പറേച്ചർ എന്തായിരിക്കും, കുറവായിരിക്കും. എന്ന് വെച്ചാൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു മൗണ്ടെയിൻ, ഈ കാണുന്നത് ഒരു മൗണ്ടെയിൻ ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഈ മൗണ്ടെയിന്റെ ഈ സൈഡിനെ എ എന്നും ഈ സൈഡിനെ ഞാൻ ബി എന്നും വിളിക്കുകയാണ്. അപ്പൊ സൺറൈസ് ഇവിടുന്നാണ് അടിക്കുന്നതെങ്കിൽ, സൺറൈസ് ഇവിടുന്നാണ് വരുന്നതെങ്കിൽ ഈ ബി എന്ന് പറയുന്ന പ്രദേശത്തല്ലേ ഇത് ഡയറക്റ്റ് ആയിട്ട് പതിക്കുന്നത്. അപ്പൊ ബി എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ചൂട് കൂടുകയും, എന്നാൽ ഇത് എ എന്ന് പറയുന്ന പ്രദേശത്തോട്ട് എത്തുന്നുണ്ടോ, ഇല്ല. എ എന്ന് പറയുന്ന പ്രദേശം ബിയുടെ നിഴൽ ഭാഗമായി നിലനിൽക്കത്തേ ഉള്ളൂ. ഓക്കെ, അപ്പം എ എന്ന് പറയുന്ന പ്രദേശത്ത് എന്ത് വരുന്നില്ല, ഈ ചൂട് വരുന്നില്ല. അതുകൊണ്ട് ബിയിലെ ചൂട് കൂടുകയും എയിലെ ചൂട് കുറയുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റിലീഫ് എന്ന് വെച്ചാൽ എന്താണ്, മൗണ്ടെയിൻ സ്ലോപ്സ് ഫേസിംഗ് ദ സൺ, സണ്ണിനെ ഫേസ് ചെയ്യുന്ന സൈഡ്, ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. സണ്ണിനെ ഫേസ് ചെയ്യുന്ന സൈഡ്, ഇവിടെ ബി അല്ലേ സണ്ണിനെ ഫേസ് ചെയ്യുന്ന സൈഡ് ഹയർ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് ചെയ്യും. അതായത് ബിയിലെ ടെമ്പറേച്ചർ എന്താണ്, ഹൈ ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എ അല്ലേ, എയിലെ എക്സ്പീരിയൻസസ് എന്താണ്, ലോവർ ടെമ്പറേച്ചർ. മൗണ്ടെയിന്റെ സണ്ണിനെ ഫേസ് ചെയ്യുന്ന സൈഡ്, ഇവിടെ ബി ആണ് സണ്ണിനെ ഫേസ് ചെയ്യുന്നത്. ബി എന്ന് പറയുന്ന സൈഡിലെ ടെമ്പറേച്ചർ കൂടുകയും എ എന്ന് പറയുന്ന സൈഡിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുകയും ചെയ്യും, കുറയുകയും ചെയ്യും. ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ കടന്നുപോയത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഫാക്ടേഴ്സ്. ഒന്നാമത്തെ ഫാക്ടർ ആയിരുന്നു ഏതെന്ന് പറയുന്നത്, ഒന്നാമത്തെ ഫാക്ടർ ലാറ്റിറ്റ്യൂഡ് ആയിരുന്നു. ഇക്വേറ്ററിൽ ഡയറക്റ്റ് ആയിട്ട് പതിക്കുമെന്നും ബാക്കിയുള്ളിടത്ത് ഇൻക്ലൈൻഡ് ആയിട്ട് പതിക്കുമെന്നും പറഞ്ഞു. രണ്ടാമത് നമ്മൾ നോക്കിയത് അത് വെച്ചിട്ട് തന്നെ അതിനെ ടെമ്പറേച്ചർ സോണുകളായിട്ട് എർത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയായിരുന്നു, ടോറിഡ് സോൺ ആയിട്ട് ഡിവൈഡ് ചെയ്തു, ടെമ്പറേറ്റ് സോണുകളായിട്ട്, ഫ്രിജിഡ് സോണുകളായിട്ട് നമ്മൾ എന്ത് ചെയ്തു, എർത്തിനെ ഡിവൈഡ് ചെയ്തു. അതിനുശേഷം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതായത് ടെമ്പറേച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകമായിരുന്നു ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന ഘടകം എങ്ങനെയായിരുന്നു, ഉയരം കൂടും തോറും എന്ത് ചെയ്യും, ടെമ്പറേച്ചർ എന്ത് ചെയ്ത് വരും, കുറഞ്ഞു വരും. ഓക്കെ, നമ്മൾ ഹിൽ സ്റ്റേഷൻസിന്റെ ഒക്കെ ഉദാഹരണം ഷോർട്ട് കട്ടായി പഠിക്കാൻ വേണ്ടി പറഞ്ഞത് ഓർത്തിരിക്കുക. 1 കിലോമീറ്റർ മുകളിലേക്ക് പോകുമ്പോൾ 6.4 ഡിഗ്രി സെൽഷ്യസ് താപനില എന്ത് ചെയ്യുന്നു, കുറയുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, നോർമൽ ലാപ്സ് റേറ്റ് എന്നാണ് അതിനെ പറയുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കിയത് ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ് ലാൻഡ് ആൻഡ് സീ ആണ്. ലാൻഡ് പെട്ടെന്ന് ചൂടാവുന്നു, പെട്ടെന്ന് തണുക്കുന്നു. സീ പതുക്കെ ചൂടാവുന്നുള്ളൂ, പതുക്കെ തണുക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് ഫ്രം സീ എന്ന് പറയുമ്പോഴത്തേക്കും കോസ്റ്റൽ ഏരിയാസിൽ എന്ത് കിട്ടും, മോഡറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. അവിടെ സീ ബ്രീസ്, ലാൻഡ് ബ്രീസ് എന്നിവ ഉണ്ടായതുകൊണ്ട് അവിടെ അധികം ചൂടുമില്ല, അധികം തണുപ്പുമില്ല എന്ന് പറഞ്ഞു. സീയിൽ നിന്ന് ദൂരം കൂടും തോറും പ്രദേശങ്ങളിൽ പകൽ സമയത്ത് ഭയങ്കരമായ ചൂടും രാത്രി സമയത്ത് ഭയങ്കരമായ തണുപ്പും അനുഭവപ്പെടുമെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് ഓഷൻ കറണ്ട് ആണ്. ഓഷൻ കറണ്ടിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വാം കറണ്ടും ഒന്ന് കോൾഡ് കറണ്ടുമായിരുന്നു. വാം കറണ്ട് എന്ത് ചെയ്യുന്നു, വാം കറണ്ട് ഒരു സ്ഥലം ചൂട് കുറഞ്ഞ സ്ഥലമാണെങ്കിൽ അവിടെ വാം കറണ്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടെ കുറച്ച് ചൂട് കിട്ടും. കോൾഡ് കറണ്ടാണ് ആ പ്രദേശത്തേക്ക് ചെല്ലുന്നതെങ്കിൽ എന്ത് ചെയ്യും, തണുപ്പ് കൂടും. അപ്പോൾ ഇത് റേസ് ചെയ്യും, ഒരു സ്ഥലത്തെ ടെമ്പറേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. ഏതൊക്കെ ചേർന്ന്, വാം കറണ്ടും കോൾഡ് കറണ്ടും ചേർന്നാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിന് ഉദാഹരണം പറഞ്ഞായിരുന്നു. നോർത്ത് അറ്റ്ലാന്റിക് കറണ്ടിന്റെ ഉദാഹരണം പറഞ്ഞു. യൂറോപ്യൻ കൺട്രീസിൽ എങ്ങനെയാണ് തണുപ്പിൽ നിന്ന് ആശ്വാസം കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പോയത് ആറാമത്തെ റിലീഫാണ്. ഒരു മൗണ്ടെയിന്റെ ഒരു സൈഡ്, എ എന്ന് പറയുന്ന സൈഡ് ഞാൻ പറഞ്ഞു, അതാണ് സണ്ണിനെ ഫേസ് ചെയ്യുന്ന സൈഡെങ്കിൽ, അവിടെ ചൂട് കൂടുതലായിരിക്കും. സണ്ണിനെ ഫേസ് ചെയ്യാത്ത ഈ ബി എന്ന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ അവിടെ ചൂട് എന്തായിരിക്കും, കുറവായിരിക്കും എന്നും പഠിച്ചു.
ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മളിത് പഠിക്കുമെന്ന് പറഞ്ഞിരുന്നു, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. ഓക്കെ, എന്താണ് അന്തരീക്ഷ മർദ്ദം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അന്തരീക്ഷ മർദ്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡെഫിനിഷൻ കേട്ടോളൂ. ദ വെയിറ്റ് എക്സർട്ടഡ് ബൈ ദി അറ്റ്മോസ്ഫിയറിക് എയർ ഓവർ ദി എർത്ത്സ് സർഫസ് ഈസ് ടേംഡ് ആസ് എന്ത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്ന് വെച്ചാൽ ദ വെയിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഭാരം. എക്സർട്ടഡ് ബൈ, ആര് ചുമത്തുന്നത്? അറ്റ്മോസ്ഫിയറിലുള്ള എയർ. ഞാൻ പറഞ്ഞായിരുന്നു എല്ലാ വസ്തുക്കളെയും പോലെ അറ്റ്മോസ്ഫിയറിലുള്ള എയറിനും എന്തുണ്ട്? വെയിറ്റ് ഉണ്ട്. ഈ അറ്റ്മോസ്ഫിയറിലുള്ള എയറിന്റെ എന്ത്? ഈ എയറിന്റെ വെയിറ്റ്, ഈ എയറിന്റെ എന്ത്? വെയിറ്റിനെ ഈ എയർ എങ്ങോട്ടേക്ക് കൊടുക്കും? ഭൂമിയുടെ എങ്ങോട്ടേക്ക് കൊടുക്കും? ഭൂമിയുടെ സർഫസിലേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഈ ഭൂമിയുടെ സർഫസിലേക്ക് എയർ എന്തോ കൊടുക്കും? ഒരു വെയിറ്റ് കൊടുക്കും. ഓക്കെ, ഈ വെയിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ അങ്ങ് മനസ്സിലാക്കി വെച്ചേക്കുക. ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട വാക്കുകൾ മാത്രം സിമ്പിൾ ആയിട്ട് അങ്ങ് മനസ്സിലാക്കി വെച്ചേക്കുക. ഞാൻ ഈ വരച്ചതാണേ സർഫസ്, ഞാൻ ഇവിടെ വരച്ചത് എർത്തിന്റെ സർഫസ് ആണ്. അങ്ങനെ ഞാൻ ഇവിടെ വരച്ചത് എർത്തിന്റെ സർഫസ് ആണെങ്കിൽ ഇവിടെ ഉള്ളതാണ് എയർ, അറ്റ്മോസ്ഫിയറിലുള്ള എയർ. ഈ അറ്റ്മോസ്ഫിയറിലുള്ള എയറിന് എന്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞു? വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ വെയിറ്റിനെ അറ്റ്മോസ്ഫിയറിലുള്ള എയർ എങ്ങോട്ടേക്ക് കൊടുക്കും? എർത്തിന്റെ സർഫസിലേക്ക് കൊടുക്കും. ഇങ്ങനെ കൊടുക്കുന്ന വെയിറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള എയർ എർത്തിന്റെ സർഫസിൽ കൊടുക്കുന്ന വെയിറ്റ് ആണ്. ഓക്കെ, അറ്റ്മോസ്ഫിയറിലുള്ള എയർ എർത്തിന്റെ സർഫസിൽ കൊടുക്കുന്ന വെയിറ്റിനെ വിളിക്കുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, ഒന്നുകൂടെ പറയാം. അറ്റ്മോസ്ഫിയറിൽ ഇവിടെ ഉള്ള എയർ, അറ്റ്മോസ്ഫിയറിലുള്ള ഈ കാണുന്ന എയർ എർത്തിന്റെ സർഫസിലേക്ക് കൊടുക്കുന്ന വെയിറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പം ദ വെയിറ്റ് എക്സർട്ടഡ് ബൈ ദി അറ്റ്മോസ്ഫിയറിക് എയർ ഓൺ ദി എർത്ത് സർഫസ് ഈസ് ടേംഡ് ആസ് എന്ത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ സ്വാധീനിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഒന്നാമത്തെ ഘടകമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഘടകമാണ് ടെമ്പറേച്ചർ. ഒന്നാമത്തെ ഘടകമാണ് ഏത്? ടെമ്പറേച്ചർ. ഓക്കെ, ഇതൊക്കെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നമ്മൾ പറയും. ഓക്കെ, രണ്ടാമത്തെ ഘടകമാണ് ഓൾട്ടിറ്റ്യൂഡ്. രണ്ടാമത്തെ ഘടകമാണ് ഏത്? ഓൾട്ടിറ്റ്യൂഡ്. മൂന്നാമത്തെ ഘടകമാണ് ഹ്യൂമിഡിറ്റി. മൂന്നാമത്തെ ഘടകമാണ് ഏത്? ഹ്യൂമിഡിറ്റി. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഫാക്ടറാണ് അറ്റ്മോസ്ഫിയറിലെ പ്രഷറിനെ സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒന്നാമത്തത് പറയണം ടെമ്പറേച്ചർ, രണ്ടാമത്തത് ഓൾട്ടിറ്റ്യൂഡ് ഉയരം, മൂന്നാമത്തത് ഹ്യൂമിഡിറ്റി ആണ്, അന്തരീക്ഷത്തിൽ എത്ര ജലമുണ്ട് എന്നുള്ളതിന്റെ അളവാണ്, ആർദ്രതയാണ്. ഓക്കെ, അപ്പോൾ ശരി, ഇതൊക്കെ ഓരോന്നും എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കാൻ പോവാണ്. ടെമ്പറേച്ചർ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? അറ്റ്മോസ്ഫിയറിലുള്ള എയർ ടെമ്പറേച്ചർ കിട്ടിക്കഴിയുമ്പം എന്താവും അറിയാമോ? ചൂടായിട്ട് അത് എക്സ്പാൻഡ് ചെയ്യും. അതായത് അറ്റ്മോസ്ഫിയറിലുള്ള എയർ, ചെറിയൊരു എയർ പാർട്ടിക്കിൾ ആയിരുന്നു ഇങ്ങനെ കാണുന്നത്, അതിലേക്ക് ചൂട് അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ അറ്റ്മോസ്ഫിയറിലുള്ള എയർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും, വികസിക്കും. ഓക്കെ, അറ്റ്മോസ്ഫിയറിലുള്ള എയർ വളരെ ചെറിയ എയർ, അതിലേക്ക് ചൂട് അടിച്ചപ്പോഴത്തേക്കും അത് എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ തന്നെ ഓർത്തിരിക്കണം. അറ്റ്മോസ്ഫിയറിലുള്ള എയർ ചെറുതായിരുന്നു, അതിലേക്ക് ചൂട് അടിച്ചപ്പോഴത്തേക്കും അത് എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു. അതാണ്ട് ഇതുപോലെ വികസിച്ചു. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് എങ്ങോട്ടേക്ക് ഉയർന്നെന്ന് അറിയാമോ? ഇത് മുകളിലേക്ക് ഉയർന്നു. ഇത് താഴെ നിൽക്കാതെ എങ്ങോട്ടേക്ക് ഉയർന്നു? മുകളിലേക്ക് ഉയർന്നു. അങ്ങനെ മുകളിലേക്ക് ഉയർന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ലോ പ്രഷർ വന്നു എന്നാണ് പറയുന്നത്. ഇവിടെ എന്ത് വന്നു എന്നാണ് പറയുന്നത്? ലോ പ്രഷർ വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് കൃത്യമായിട്ട് ഒരു ഷോർട്ട് കട്ടിൽ, കൃത്യമായിട്ട് ഈ പറയുന്ന ഒരു റൈമിൽ അതങ്ങ് പഠിച്ചു വെക്കാം. നോക്കിക്കോളൂ. അറ്റ്മോസ്ഫിയറിലെ ദാണ്ട് ഈ കാണുന്ന സർഫസും ഇതിന്റെ മുകളിലുള്ളതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിലുള്ള എയർ. ഈ അറ്റ്മോസ്ഫിയറിലുള്ള എയറിന്റെ കാര്യം എങ്ങനെയാണ് പറഞ്ഞത്? ഈ അറ്റ്മോസ്ഫിയറിലുള്ള എയർ ചേർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഹീറ്റ് വന്നപ്പോൾ ഇത് എന്ത് ചെയ്തു? ഇത് എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്താൽ അത് എങ്ങോട്ടേക്ക് പോകണം? മുകളിലേക്ക് പോകണം. ഉയരം കൂടുന്തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യുമെന്നങ്ങ് പഠിച്ചു വയ്ക്കുക, കുറയുമെന്നങ്ങ് പഠിക്കുക. ഓക്കെ, ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കുറയുമെന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഉയരം കൂടുന്തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യുമെന്നങ്ങ് പഠിക്കുക, കുറയും എന്നങ്ങ് പഠിക്കുക. ഓക്കെ, അങ്ങനെ ഇവിടെ കാണപ്പെടുന്നതായിരുന്നു എന്തെന്ന് പറയുന്നത്? ഈ അറ്റ്മോസ്ഫിയറിലുള്ള എയർ ഇതിലേക്ക് ചൂട് കിട്ടിയപ്പോഴത്തേക്ക് ഇത് എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇത് എങ്ങോട്ടേക്ക് പോയി? മുകളിലേക്ക് പോയപ്പോൾ ഇവിടെ എന്തൊരു പ്രഷർ വന്നു? ലോ പ്രഷർ വന്നു. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ദിസ് റൈസിങ് എയർ, ഈ മുകളിലേക്ക് ഉയർന്നതാണ്ട് ഇവിടെ പോയ എയർ ഉണ്ടല്ലോ, ഈ വലുതായി നിൽക്കുന്ന ഈ എയർ ആണ് ഇവിടെ വന്നപ്പോൾ എന്ത് വലുതായിട്ട് നിൽക്കുന്നത്. ഈ വലുതായി നിൽക്കുന്ന ഈ എക്സ്പാൻഡഡ് ആയിട്ട് നിൽക്കുന്ന എയർ പതുക്കെ ക്രമേണ എന്ത് ചെയ്യും? തണുക്കും. തണുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇത് എന്ത് ചെയ്യും? ഇതിന്റെ പഴയ ഫോമിലേക്ക് വരും, ഈ ഡോട്ടഡ് ഫോമിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് രണ്ട് സൈഡിലോട്ടായിട്ട് അങ്ങ് വ്യാപിക്കും. ഇവിടെ ആയിരുന്നേ അത് നിന്നത്, ഇത് രണ്ട് സൈഡിലോട്ട് ഇങ്ങോട്ടായിട്ട് അങ്ങ് വ്യാപിച്ചു കഴിയുമ്പോഴത്തേക്കും ഇത് എങ്ങോട്ട് വരുമെന്ന് അറിയാമോ? ഇത് താഴോട്ട് വരും. ഉയരം കുറയുന്തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യുമെന്ന് പഠിക്കുക, കൂടും എന്ന് പഠിക്കുക.
ഓക്കെ, ഇങ്ങനെയാണ് ഹൈ പ്രഷറും ലോ പ്രഷർ ഏരിയാസും നിർമ്മിക്കപ്പെടുന്നത്. അപ്പൊ ഹൈ പ്രഷർ ഏരിയാസും ലോ പ്രഷർ ഏരിയാസും എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് ഒന്ന് നോക്കിയിരിക്കുക. വ്യക്തമായിട്ട് ദാണ്ട് ഈ വരച്ചിട്ടിരിക്കുന്നതാണ് സർഫസ് എന്ന് പറയുന്നത്, എർത്തിന്റെ സർഫസ് എന്ന് പറയുന്നത്. ഇവിടെ നിൽക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ. ഈ കാണുന്നതാണ് അറ്റ്മോസ്ഫിയർ. ഈ അറ്റ്മോസ്ഫിയറിലുള്ള ഒരു എയർ പാർട്ടിക്കിളിനെയാണ് ഞാൻ ഡോട്ട് ഇട്ട് കാണിച്ചേക്കുന്നത്. ഈ ഡോട്ട് ഇട്ട് കാണിച്ച എയർ പാർട്ടിക്കിളിലേക്ക് ഹീറ്റ് അടിക്കുമ്പോഴത്തേക്ക് ഇത് എന്താവും? ഇത് ചൂടാവും, ഇത് എക്സ്പാൻഡ് ആവും. ഓക്കെ, ഇത് എക്സ്പാൻഡ് ആയിട്ട് ഇത് എങ്ങോട്ടേക്ക് പോകും? മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോയ ഈ സാധനത്തെ ഞാൻ മുകളിലേക്ക് കൊണ്ടുപോയി, ഇത് മുകളിലേക്ക് വന്നേ, ഇതിപ്പോൾ മുകളിലേക്ക് എത്തി. മുകളിലേക്ക് എത്തുമ്പോൾ ഉയരം കൂടുന്തോറും അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് ചെയ്യുമെന്ന് ഞാൻ ഓർത്തിരിക്കാൻ പറഞ്ഞു. ഉയരം കൂടുന്തോറും അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഇവിടെ എന്തൊരു പ്രഷറായി? ലോ പ്രഷറായി. ഇനി ഈ മുകളിലേക്ക് പോയ ഈ പറയുന്ന എയർ, എക്സ്പാൻഡ് ചെയ്യപ്പെട്ട എയർ ക്രമേണ ഇതിപ്പോ എക്സ്പാൻഡ് ആയിരിക്കുകയാണ് മുകളിൽ ചെന്നിട്ട്, ഇത് എന്ത് ചെയ്യും? ഇത് രണ്ട് സൈഡിലോട്ടായിട്ട് അങ്ങ് വ്യാപിക്കും. എന്നിട്ട് ഇത് തണുക്കുമ്പോൾ ഇത് വീണ്ടും ചുരുങ്ങും, പഴയ ഫോമിലേക്ക് വരും. എന്നിട്ട് ഇത് എങ്ങോട്ടേക്ക് വരും? താഴേക്ക് വരും. ഓക്കെ, അപ്പൊ ഇത് രണ്ട് സൈഡിലോട്ടായിട്ട് അങ്ങ് വ്യാപിക്കും, സബ്സൈഡ് ചെയ്യും. എന്നിട്ട് ഇത് വീണ്ടും പഴയ ഫോമിലേക്ക് വരും. എന്നിട്ട് ഇത് വീണ്ടും എങ്ങോട്ടേക്ക് വരും? താഴേക്ക് വരും. അപ്പോൾ ഉയരം കുറയുന്തോറും അറ്റ്മോസ്ഫിയർ പ്രഷർ അപ്പൊ എന്ത് ചെയ്യണം? കൂടണം. അപ്പൊ ഇവിടെ എന്തൊരു വരും? ഹൈ പ്രഷർ വരും. അപ്പൊ ഇവിടെ എന്താണ് വരുന്നത്? ഹൈ പ്രഷർ ആണ് വരുന്നത്. ഓക്കെ, സിമ്പിളായി പറഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പറയാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് അറ്റ്മോസ്ഫിയറിലുള്ള എയർ. ഈ അറ്റ്മോസ്ഫിയറിലുള്ള എയറിലേക്ക് ചൂട് കൊടുക്കുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നു? ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്താൽ ഇത് എങ്ങോട്ടേക്ക് പോകണം? മുകളിലേക്ക് പോകണം. ഉയരം കൂടുന്തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞത്? കുറയും എന്നാണ് പറഞ്ഞത്. അപ്പൊ ലോ പ്രഷർ വരുമെന്ന് പഠിച്ചു. ഇനി ഈ മുകളിൽ പോയി നിൽക്കുന്ന ഈ അറ്റ്മോസ്ഫിയറിലുള്ള എയർ ക്രമേണ രണ്ട് സൈഡിലോട്ടായിട്ട് അങ്ങ് മാറും. എന്നിട്ട് ഇത് എന്ത് ചെയ്യും? ചുരുങ്ങും. ചുരുങ്ങിയല്ലോ, ചുരുങ്ങി കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക് വരണം? താഴേക്ക് വരണം. അപ്പം ഉയരം കുറയും തോറും അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് ചെയ്യും? കൂടും, ഹൈ പ്രഷർ ആകും എന്നുള്ളതും പഠിച്ചു വയ്ക്കുക. ഈ ഒരു രീതിയിൽ ഇതങ്ങ് പഠിച്ചു വയ്ക്കുക. അറ്റ്മോസ്ഫിയറിലുള്ള എയറിന് എന്താണ് സംഭവിക്കുന്നത്? അറ്റ്മോസ്ഫിയറിലുള്ള എയറിലേക്ക് ചൂടടിക്കുന്നു, അത് എക്സ്പാൻഡ് ആവുന്നു. നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈ വെച്ച് ഇത് ചെയ്ത് നോക്കുക. ഇങ്ങനെ അറ്റ്മോസ്ഫിയറിലുള്ള എയറിലേക്ക് ഹീറ്റ് അടിക്കുമ്പോൾ ഇത് എന്താവുന്നു? എക്സ്പാൻഡ് ആവുന്നു. എക്സ്പാൻഡ് ആയാൽ ഇത് എങ്ങോട്ടേക്ക് പോകുന്നു? മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഇത് എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ലോ പ്രഷർ ആവുന്നു. ഉയരം കൂടുന്തോറും ലോ പ്രഷർ ആവുന്നു. എന്നിട്ട് ഇത് രണ്ട് സൈഡിലോട്ടായിട്ട് അങ്ങ് വ്യാപിക്കുന്നു. ഇത് വീണ്ടും ചുരുങ്ങുന്നു. ഇത് താഴേക്ക് വരുന്നു. ഉയരം കുറയുന്തോറും അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് ചെയ്യുന്നു? കൂടുന്നു, ഹൈ പ്രഷർ ആവുന്നു. ഇങ്ങനെ തന്നെ അത് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, ടെമ്പറേച്ചർ ഇൻക്രീസസ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യുന്നു? ഡിക്രീസസ്. അപ്പൊ ഇത് തമ്മിൽ എന്താണ്? ഡയറക്റ്റ് പ്രപ്പോർഷൻ അല്ല, ഇൻവേഴ്സ് പ്രപ്പോർഷൻ ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യും? കുറയുന്നു. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന എല്ലാ സാധനങ്ങളും തമ്മിലും എന്താണ്? എല്ലാ സാധനങ്ങളും ഇൻവേഴ്സ് പ്രപ്പോർഷൻ ആണ്. അതായത് ടെമ്പറേച്ചർ കൂടിയാലും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും, ഓൾട്ടിറ്റ്യൂഡ് കൂടിയാലും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും, ഹ്യൂമിഡിറ്റി കൂടിയാലും അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് ചെയ്യും? കുറയും. അങ്ങനെയാണ്. ഓക്കെ, അപ്പം ടെമ്പറേച്ചർ കൂടുമ്പോൾ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. എങ്ങനെയാണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുന്നത്? അതായത് ഇതാണ് അറ്റ്മോസ്ഫിയറിലുള്ള എയർ, ഇതിലേക്ക് ചൂടടിച്ചപ്പം ഇത് എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇത് എങ്ങോട്ടേക്ക് പോയി? മുകളിലേക്ക് പോയി. ഉയരം കൂടുന്തോറും അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയും. അങ്ങനെയാണ് അവിടെ എന്ത് വന്നത്? ലോ പ്രഷർ വന്നത്. ടെമ്പറേച്ചർ കിട്ടിയപ്പോഴത്തേക്കും അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് ചെയ്തു? കുറഞ്ഞു. ഓക്കെ, അടുത്തതാണ് എന്ത്? ഓൾട്ടിറ്റ്യൂഡ്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓൾട്ടിറ്റ്യൂഡ്, ഉയരം കൂടുന്തോറും അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് ചെയ്യുമെന്നാണ്? കുറയുമെന്നൊരു ഷോർട്ട് കട്ടിൽ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഉയരം കൂടുന്തോറും അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് ചെയ്യുമെന്ന് പഠിച്ചായിരുന്നു, കുറയും എന്ന് പഠിച്ചായിരുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. ആസ് ദ ഡെൻസിറ്റി ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഡിക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ഓൾട്ടിറ്റ്യൂഡ്. അതായത് ഉയരം കൂടുന്തോറും, ഉയരത്തിലേക്ക് പോകുന്തോറും അവിടെയുള്ള അറ്റ്മോസ്ഫിയറിലെ ഗ്യാസിന്റെ ഡെൻസിറ്റി എന്ത് ചെയ്യുകയാണ്? ഡെൻസിറ്റി എന്ത് ചെയ്തു വരികയാണ്? ഡെൻസിറ്റി കുറഞ്ഞു വരികയാണ്. ഡെൻസിറ്റി എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരുവാണ്. ഓക്കെ, അപ്പോ ഉയരത്തിലേക്ക് പോകും തോറും, മുകളിലേക്ക് പോകും തോറും അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസിന്റെ ഡെൻസിറ്റി എന്ത് ചെയ്താണ് വരുന്നത്? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറഞ്ഞു വരുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അറ്റ്മോസ്ഫിയറിക് പ്രഷറും എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഗ്രാജുവലി എന്താവുമെന്നാണ് പറയുന്നത്? കുറയുമെന്നാണ് പറയുന്നത്. ഇപ്പൊ സിമ്പിളായി ഓർത്തിരിക്കുക, ഉയരത്തിലേക്ക് പോകും തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് എന്തോ സംഭവിക്കും? കുറവ് സംഭവിക്കും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. ഓക്കെ, ഇനി ഇതിനൊരു കണക്കുണ്ട്, കൃത്യമായിട്ട് പറയുന്ന ഇതിനൊരു എന്തുണ്ട്? കണക്കുണ്ട്. ആ കൃത്യമായിട്ടുള്ള കണക്ക് കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞു, ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും എന്നാണ് ഞാൻ പറഞ്ഞത്. ഉയരം കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞത്? കുറയും എന്നാണ് പറഞ്ഞത്. അപ്പം എത്ര ഉയരം കൂടുമ്പോഴാണെന്നാണ് പറയുന്നത്? 10 മീറ്റർ ഉയരം. ഞാൻ ഈ വരച്ചേക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? 10 മീറ്റർ ഉയരം. ഈ 10 മീറ്റർ ഉയരത്തിലേക്ക് ഇത് പോകുമ്പോൾ 1 മില്ലി ബാർ, ഓക്കെ, നമ്മൾ 1 മില്ലി ബാർ, അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ യൂണിറ്റ് ആണ് മില്ലി ബാർ. ഓക്കെ,
നമ്മൾ പഠിക്കും. അപ്പോൾ 1 മില്ലി ബാർ വെച്ച് എന്ത് ചെയ്യും എന്നാണ് പറയുന്നത്, കുറയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും ഇങ്ങനെയാണ്, ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് ചെയ്യും, കുറയും. നേരത്തെ നമ്മൾ പഠിച്ചു ടെമ്പറേച്ചർ കൂടിയപ്പോഴും എന്ത് ചെയ്തു, അറ്റ്മോസ്ഫിയർ പ്രഷർ കുറഞ്ഞു. ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് കൂടിയപ്പോഴും അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് ചെയ്തു, കുറഞ്ഞു. അപ്പം ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് ചെയ്യും, കുറയും. എത്ര വെച്ചിട്ടാണ്? 10 മീറ്റർ ഉയരത്തിലേക്ക് നമ്മൾ പോയാൽ 1 മില്ലി ബാർ വെച്ച് നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് ചെയ്യും, കുറഞ്ഞ് വരും. 1 മില്ലി ബാർ വെച്ച് അറ്റ്മോസ്ഫിയർ പ്രഷറിന് എന്തോ സംഭവിക്കും, കുറഞ്ഞു വരും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്രയാണ് ആ റേറ്റ് എന്നുള്ളത്? 1 മില്ലി ബാർ ആണ്. 10 മീറ്റർ ഉയരത്തിലേക്ക് പോകുമ്പോൾ 1 മില്ലി ബാർ ആണ് എന്ത് ചെയ്യുന്നത്, കുറയുന്നത്. 10 മീറ്റർ ഉയരത്തിലേക്ക് പോകുമ്പോൾ 1 മില്ലി ബാർ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് ചെയ്തു വരുന്നു, കുറഞ്ഞു വരുന്നു. അപ്പൊ ടെമ്പറേച്ചർ കൂടിയാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയും, ഓൾട്ടിറ്റ്യൂഡ് കൂടിയാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയും. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഹ്യൂമിഡിറ്റി ആണ്. ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ആയാൽ, ഹ്യൂമിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിക്കും. ഹ്യൂമിഡിറ്റി എന്താണെന്ന് അറിഞ്ഞിരുന്നു. ഹ്യൂമിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ കണ്ടന്റിന്റെ അളവിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ എത്രമാത്രം ജലകണികയുണ്ട് അതാണ് എന്തെന്ന് പറയുന്നത്, ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുകയാണെങ്കിൽ, ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ആവുകയാണെങ്കിൽ വാട്ടർ മോളിക്യൂൾസിന് എന്തോ സംഭവിക്കും? വാട്ടർ മോളിക്യൂൾസ് ഈ ഗ്യാസസിന് പകരം, അവിടെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസിന് പകരം എന്ത് വരും, വാട്ടർ മോളിക്യൂൾസ് വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വാട്ടർ മോളിക്യൂൾസ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യും എന്നാണ് പറയുന്നത്, കുറയും എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ആസ് ദ ഹ്യൂമിഡിറ്റി ഇൻക്രീസസ്, ഹ്യൂമിഡിറ്റി കൂടുവാണെങ്കിൽ ദ വാട്ടർ മോളിക്യൂൾസ് റീപ്ലേസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ദ ഹെവിയർ ഗ്യാസസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലുള്ള വലിയ ഗ്യാസസ് ആയിട്ടുള്ള, ഹെവി ആയിട്ടുള്ള ഗ്യാസസ് ആയിട്ടുള്ള നൈട്രജനെയും ഓക്സിജനെയും ഒക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആര് വരും? അവിടെ വാട്ടർ മോളിക്യൂൾസ് വരും. അവിടെ വാട്ടർ മോളിക്യൂൾസ് വരും. അങ്ങനെ വാട്ടർ മോളിക്യൂൾസ് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്, കുറയുമെന്നാണ് പറയുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമിഡ് ആയിട്ടുള്ള എയർ എന്ന് പറയുന്നത് എന്താണ്, ഈ ലൈറ്റർ ഡ്രൈ എയറിനേക്കാളും ലൈറ്റ് ആയിട്ടുള്ളതാണ് എന്നാണ് അതിന്റെ കാരണമായിട്ട് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഓർത്തിരിക്കുക, ഹ്യൂമിഡിറ്റി കൂടിയാൽ, ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ആയാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താവും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ആവും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞത് ഇവയൊക്കെയാണ്. ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു നോക്കിയോളൂ. നമ്മൾ ആദ്യം പറഞ്ഞത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്നാണ്. നമ്മുടെ എയർ കൊടുക്കുന്ന വെയിറ്റ് ആണ്, എർത്തിന്റെ സർഫസിലോട്ട് കൊടുക്കുന്ന വെയിറ്റ് ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഒന്നാമത് പറഞ്ഞതാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ എന്താണ് പറഞ്ഞത്? ടെമ്പറേച്ചർ കൂടിയാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യും, ഡിക്രീസ് ആവും. രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യമാണ് ഏതെന്ന് പറയുന്നത്, ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് കൂടിയാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. മൂന്നാമത് നമ്മൾ പഠിച്ച കാര്യമാണ് ഏതെന്ന് പറയുന്നത്, ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി കൂടിയാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പൊ ഇതെല്ലാം തമ്മിൽ എന്താണ്, ഇൻവേഴ്സ് ആയിട്ടുള്ള ഒരു പ്രപ്പോർഷൻ ആണ് ഇവയെല്ലാം തമ്മിലുള്ളത്. ഒന്ന് കൂടുമ്പം മറ്റൊന്ന് കുറയുന്നു. അതായത് ടെമ്പറേച്ചർ കൂടിയാലും അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയും, ഓൾട്ടിറ്റ്യൂഡ് കൂടിയാലും അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയും, ഹ്യൂമിഡിറ്റി കൂടിയാലും എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ടോപ്പിക്കിലേക്ക് പോവാണ്. ആ ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത്, ഐസോബാർസ് എന്ന് പറയുന്നത്. ആ ഒരു ടോപ്പിക്കാണ് ഐസോബാർസ്. നേരത്തെ ഞാൻ പറഞ്ഞത് ഐസോതേംസ് ആണ്. അത് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു, ഐസോതേംസിൽ എന്തുണ്ട്, ടി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഈ ടി എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പഠിക്കാൻ പറഞ്ഞിരുന്നു, ടെമ്പറേച്ചറിനെ സൂചിപ്പിക്കുന്നു എന്ന് പഠിക്കാൻ പറഞ്ഞിരുന്നു. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഐസോബാർസ് ആണ്. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഐസോബാർസ് ആണ്. ഐസോബാർസ്. ഓക്കെ, നമുക്കപ്പം ഐസോബാർസ് നോക്കാം. ഐസോബാർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്, നേരത്തെ ഐസോതേംസിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ ലൈൻസ് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഞാൻ അതാണ്ട് ഇപ്പൊ ഈ ഒരു ലൈനിലൂടെ കടന്നു പോവാണ്. അപ്പൊ ഈ ഒരു ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ കടന്നു പോകുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ലൈൻ കടന്നു പോകുന്ന പ്രദേശങ്ങൾ, ഈ ലൈൻ കടന്നു പോകുന്ന പ്രദേശങ്ങളിലെല്ലാം ഒരേ എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈ സ്ഥലത്ത് സെയിം ആണ്. ഡെഫിനിഷൻ സെയിം ആണ്, രണ്ട് വാക്കുകൾ മാത്രം മാറ്റിയാൽ മതി. ഐസോബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാജിനറി ലൈൻ ആണ്. ശരിക്കും ഇങ്ങനെ ലൈൻ ഉണ്ടോ? ഇല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഐസോബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാജിനറി ലൈൻ ആണ്. ഇത് എന്തിനെ ജോയിൻ ചെയ്യുന്നു? ജോയിനിങ് പ്ലേസസ് ഹാവിംഗ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്തിനെയാണ് ജോയിൻ ചെയ്യുന്നത്? ഈക്വൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ള പ്രദേശങ്ങളെ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഈക്വൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇവിടുത്തെ പ്രധാനപ്പെട്ട ടേം ഈക്വൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ളതാണ്. അപ്പോൾ ഐസോബാർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാജിനറി ലൈൻസ് ആണ്. ഐസോബാർസ് എന്ന് വെച്ചാൽ ഇമാജിനറി ലൈൻ, സാങ്കല്പിക രേഖയാണ്. ഇത് എന്തിനെ ജോയിൻ ചെയ്യുന്നു? ഒരേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ള പ്രദേശങ്ങളെ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഏതെന്ന് പറയുന്നത്, ഐസോബാർസ് എന്ന് പറയുന്നത്. അപ്പം ഐസോതേംസ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഐസോതേംസ് എന്ന് വെച്ചാൽ ഐസോതേംസിലെ ടി ഓർത്തിരിക്കണേ. ഐസോതേംസിലെ ടി എന്തിനെ സൂചിപ്പിക്കുന്നു? ഒരേ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ, ഇമാജിനറി
ലൈനാണ് ഏതെന്ന് പറയുന്നത്? ഐസോതേംസ് എന്ന് പറയുന്നത്. ഐസോതേംസ് അതാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഓർമ്മ വരും ഐസോബാർസ് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരും. ഐസോബാർസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരേ പ്രഷറുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, ഒരേ അറ്റ്മോസ്ഫിയറിക് പ്രഷറുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഏതെന്ന് പറയുന്നത്? ഐസോബാർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോബാർസ് കൃത്യമായിട്ട് അതിന്റെ ഡെഫിനിഷൻ പഴയ ഡെഫിനിഷൻ തന്നെയാണ്, 2 വാക്കുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. ഐസോബാർസ് ആർ ദ ഇമാജിനറി ലൈൻസ്. ഐസോബാർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാങ്കല്പിക രേഖയാണ്. അത് എന്തിനെ ജോയിൻ ചെയ്യുന്നു? ജോയിനിങ് പ്ലേസസ് ഹാവിംഗ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഒരേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ള, അതാണ് കേൾക്കണ്ടേ, ഒരേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ ആണ് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, ഐസോബാർസ് ആർ ദി ഇമാജിനറി ലൈൻസ് ജോയിനിങ് പ്ലേസസ് ഹാവിംഗ് ഈക്വൽ atmospheric pressure. Okay.